അധ്വാനം കൊണ്ട് സമ്പത്തിനോടൊന്നും എന്ത് ചെയ്യുന്നില്ല, കൂട്ടുന്നില്ലെന്ന് വാക്യമില്ലേ? വല്ലാതെ അധ്വാനിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഒരു കാര്യം, നീ അധ്വാനിക്കണം. ഉഴപ്പണമെന്നല്ല തമ്പുരാൻ വരുന്നത്. ആകുലതയോടുള്ള അധ്വാനമൊന്നും വേണ്ട. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നിൻ്റെ കുഞ്ഞിന് വേണ്ടി കർത്താവ് ചില്ലയും കൊണ്ട് കോരി വെപ്പിച്ചിട്ടുണ്ട്. ബാല്യക്കാരെ കൊണ്ട് നമുക്ക് വേണ്ടി കോരി വെപ്പിച്ചിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. അവൻ കോരി വെച്ചിട്ടുണ്ട്. ഞാൻ നിനക്കായി കരുതുന്ന ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എൻ്റെ മേലിട്ട് കൊള്ളുക. ബാല്യക്കാരെ കോരി വെച്ചതിൽ നിന്ന് എന്ത് ചെയ്തോണം? കുടിച്ചോണം, അല്ലേ? അടുത്ത വാക്യം, 10-ാം വാക്യം. എന്നാലേ അത് കേട്ടാറേ അവൾ എങ്ങനെ നമസ്കരിച്ചു? സാഷ്ടാംഗം വീണ് എന്ത് ചെയ്തു? നമസ്കരിച്ചു. ഉറക്കെ പറഞ്ഞ് എങ്ങനെ നമസ്കരിച്ചു? ബോവസിനെ അവൾ നമസ്കരിക്കുകയാണ്. എങ്ങനെ? സാഷ്ടാംഗം. പുതിയ നിയമത്തിൽ അതെന്താണ്? ബോവസ് വീണ്ടെടുപ്പുകാരനാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ ആരാധനയ്ക്ക് എപ്പോഴും ഒരു പോസ്റ്ററുണ്ട്, ഇല്ലേ? കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കവിണ് വീണ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോശയൊക്കെ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ എന്ത് ചെയ്തു? കവിണ് വീണ് പ്രാർത്ഥിച്ചു. ഇവിടെ രൂത്ത് എങ്ങനെ നമസ്കരിച്ചു? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എപ്പോഴും ഒത്തില്ലെങ്കിൽ പോലും ഒറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും തമ്പുരാൻ്റെ സന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മുട്ടുകുത്തി എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. എന്നാലും പറയട്ടെ, എതിരൊന്നും അല്ല ഞാൻ. എങ്കിലും ചിലപ്പോഴൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, കരമുയർത്തി സ്തോത്രം ചെയ്തുകൊണ്ട്, കൈകളെ മലർത്തിയെന്ന് പ്രാർത്ഥിച്ചെന്ന് കേട്ടിട്ടുണ്ട്, മുഴങ്കാലുമേലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ കാലുമേ വെച്ച് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ എങ്ങും കണ്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ല. അപ്പോൾ ഓക്കെ, നല്ല കാര്യമൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും വേദപുസ്തകത്തിലൊരു കാര്യമുണ്ട്. എങ്ങനെ ആരാധിച്ചു? സാഷ്ടാംഗം. വേഗത്തിൽ പോട്ടെ. 15-ാം വാക്യം. ബോസ് അപ്പം പറയുകയാണ്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നീ അമ്മായിയമ്മയ്ക്ക് ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെ അമ്മയും സ്വതം വിട്ട് മുമ്പ് ജനങ്ങൾക്ക് വന്ന വിവരമൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കേട്ടിരിക്കുന്നു പറയുകയാണ്. മരിച്ച ശേഷം ചെയ്ത്, മരിക്കുന്നതിന് മുമ്പ് കടപ്പാടുണ്ടായിരുന്നു ഭർത്താവിൻ്റെ അമ്മ. പക്ഷെ കടപ്പാടിനപ്പുറം ചെയ്തതാണ് ദൈവം എന്ത് ചെയ്ത്? ബോസ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കേട്ടിരിക്കുന്നു. എപ്പോഴും തമ്പുരാൻ നോട്ട് ചെയ്യുന്നത് ലീഗലിനപ്പുറം ചെയ്യുന്നതാണ്. സഭായോഗത്തിന് വരുന്നത് നമ്മുടെ ഔദ്യോഗികമായൊരു കാര്യമാണ്. 10 മണി മുതൽ അതൊരു എല്ലാം നാട്ടു നടപ്പാണ്. എന്നാൽ അതിനപ്പുറത്ത് നീ കൂട്ടായ്മയ്ക്ക് പോകാൻ തുടങ്ങിയാൽ അതറിയുന്ന ഒരു ദൈവമുണ്ട്. ദശാംശം കൊടുക്കുന്നത് സാധാരണ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതിനപ്പുറത്ത് ചെയ്യുന്നതാണ് കർത്താവ് അറിയുന്നത്. എല്ലാം നീ മരിച്ചതിന് ശേഷം നീ ചെയ്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കേട്ട്. ഇങ്ങനെ അവൾ വിനയപ്പെട്ടത് കൊണ്ട് എന്താ ഗുണം? ഈ പെൺകുട്ടി അവൾ കാല പറക്കാനാണ് വന്നത്. അവൾ ചോദിച്ചത് ഞാൻ എന്തോ പറക്കിക്കോട്ടെ എന്നാ, കാല പറക്കാൻ ചോദിച്ച പെൺകുട്ടിക്ക് കിട്ടിയത് എന്താണ്? ബോവസിൻ്റെ വയൽ തന്നെ കിട്ടി. അവൾ ആ വയലിൻ്റെ ഉടമസ്ഥതയായിട്ട് മാറിയില്ലേ? മാറി. ഇതാണ് ദൈവസന്നിധി വിനയപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുത്താൽ എന്താ ഗുണം? എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത് അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നമുക്കറിയാവുന്നൊരു വാക്യമുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. എല്ലാവരും വാക്കെന്ന് പറഞ്ഞേ. എന്നാൽ നാം വിനയപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായാൽ ഒരു ഗുണമുണ്ട്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം. കരം ഉയർത്തി ആ വാക്യം പറഞ്ഞേ. പക്ഷേ ഇവള് തമ്പുരാൻ്റെ സന്ധ്യ വിനയപ്പെട്ടു. അമ്മായിമ്മയോടൊപ്പം ചേർന്ന് നിന്നു. നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. അവൾക്കറിയാം മോവാബിൽ നിന്നാൽ ഈ സത്യദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി നാടും വീടും കൂടും എല്ലാം വിട്ടു വന്നപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്തു? കാലാപറക്കാൻ ചോദിച്ചവളെ വയലിൻ്റെ ഉടമസ്ഥയാക്കി മാറ്റി. എനിക്കൊരു കർത്താവിനെ അറിയാം. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് വിനയപ്പെടണം. മക്കളെ, കുഞ്ഞുമക്കളെ, ദൈവത്തെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങണം. ദൈവത്തെ അങ്ങ് സാഷ്ടാംഗം വീണ് ആരാധിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ, സത്യസന്ധമായി പറയുക, ഞങ്ങളുടെ ചർച്ചിലൊക്കെ ആരാധിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പെങ്കൊച്ചിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചർച്ചിൽ ഇത് ആരാധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരാധന പ്രസംഗിക്കാനൊക്കത്തില്ല. അവസാനം ഇവളെ അന്ന് ഞങ്ങൾ പിന്നെ ഇപ്പോൾ നിർത്താൻ പറഞ്ഞാൽ ഈ കൊച്ചിനെ നിർത്തത്തില്ല. അവസാനം എന്താ ചെയ്തു? ചർച്ചിൻ്റെ മേളത്ത് മുഴുവൻ ഈടിയാണ്. ഇതിനോട് പറഞ്ഞ മേളോട്ട് വലിച്ചാരണ്ട് കയറ്റി വിട്ടു. അവൾ യോഗം നിർത്താൻ വരെ ആ അയ്യത്തോട് ഓടി കിടന്ന് ആരാധിച്ചു.
പറന്ന് കിടന്ന് ആരാധിച്ചു. അപ്പോൾ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ ചർച്ചിൽ അന്നും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരിപ്പോഴും അവിടെ ഇരിപ്പുണ്ട് മക്കളെ. എന്നാൽ പറന്ന് ദൈവത്തെ ആരാധിച്ച ഒറ്റ പിള്ളേർ അവിടെ ഇല്ല. എല്ലാം ഇന്ത്യക്ക് പോലും ഇല്ല. അവരെല്ലാം ഇന്ത്യ വിട്ടു പോയി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ സാഷ്ടാംഗം വീണ് ദൈവത്തെ അങ്ങ് ആരാധിച്ചാൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെ ഉയർത്തും? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തംപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ. ഗ്ലോറി 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 ഗ്ലോറി. ചോദിക്കുന്നതിലും നനയ്ക്കുന്ന, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കുന്നതിലും നിനക്ക് ഉറക്കെ പറഞ്ഞേ, ചോദിക്കുന്ന സന്ധി വിനയപ്പെടണം. ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിലും. അവസാനിപ്പിക്കട്ടെ. ചോദിക്കുന്നതിലും നനയ്ക്കുക. എനിക്ക് ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഇടത്ത് പറഞ്ഞിട്ടുണ്ടത്. എൻ്റെ പെങ്ങള് 25 വർഷം മുമ്പ് കിഡ്നി പേഷ്യൻ്റായി. 25 വർഷം മുമ്പ് കിഡ്നി പേഷ്യൻ്റായി. കിഡ്നി പേഷ്യൻ്റ് ആയ സമയത്ത് അന്നൊരു കുഞ്ഞിന് 3 മാസമേ ഉള്ളൂ. ഒരു കുഞ്ഞിന് 3 വയസ്സായില്ല, 2 പെക്കുഞ്ഞുങ്ങൾ. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഇവിടെ കിഡ്നി ഷ്രിങ്ക് ചെയ്യുകയാണ്, കഷ്ടിച്ചൊരു 6 വർഷം കൊണ്ട് ഇത് വേഴ്സാകുമെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ഇത് വേഴ്സായപ്പോഴെല്ലാം വല്ലാതെ വിഷമിച്ചപ്പോൾ അന്ന് ഞങ്ങൾ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്ന് കർത്താവേ, ഈ പെങ്കൊച്ച് 2 പെൺകുഞ്ഞുങ്ങളാണ്, ഇതുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തന്നെ ഒന്ന് കുളിക്കണം, പിന്നെ ഒന്ന് ഡ്രസ്സ് മാറണം, അതുവരെയൊക്കെ ആര് വേണം? അമ്മ വേണം. ന്യായമായൊരാവശ്യമല്ലേ? അമ്മ പെൺകുഞ്ഞുങ്ങളൊന്ന് തന്നെ കുളിക്കാനും തോർത്താനും ഒക്കെ എങ്കിലും വരെ ആരിയ്ക്കണം? അമ്മ ഇരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ പ്രായം കഴിഞ്ഞപ്പം അമ്മയ്ക്കും പിന്നെയൊക്കെ ഇരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവേ, ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, എങ്കിലും നീ നല്ല ദൈവമല്ലേ, 10ാം ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ട് കർത്താവേ, അതുവരെ ഈ അമ്മ ഇരിക്കട്ടെ. 10 കഴിഞ്ഞു. അപ്പം കൊച്ച് കോളേജിൽ പോയപ്പം പ്രാർത്ഥിച്ച്, കർത്താവേ, മുറ്റത്തൊന്ന് +2 പ്രീ ഡിഗ്രി കഴിഞ്ഞോട്ടെ, +2 കഴിഞ്ഞു. അപ്പം പ്രാർത്ഥിച്ചു, ഡിഗ്രി ഒന്ന് കഴിഞ്ഞോട്ട് കർത്താവേ, ഡിഗ്രി കഴിഞ്ഞു. അപ്പം പ്രാർത്ഥിച്ച്, കർത്താവേ, മൂത്തത് PG ചെയ്യുക, PG ഒന്ന് കഴിഞ്ഞോട്ട് കർത്താവേ, MCOM MBA എടുത്തു. അപ്പോഴും അമ്മ ഇരിപ്പുണ്ട്. വല്ലാതെ ഇടയ്ക്ക് ക്ഷീണിക്കും. ഈ സെമി വെന്റിലേറ്ററൊക്കെ പലവട്ടം പോയി മരിച്ചു. ആംബുലൻസൊക്കെ എടുത്തിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ആംബുലൻസെ കൊണ്ടുപോകുമ്പം ഞാൻ ഡ്രൈവറെ മാറ്റി ഞാൻ ഓടിച്ചിട്ടുണ്ട്. കാരണം സ്പീഡ് പോരാൻ തോന്നിയിട്ട് ചത്തുപോകുന്നു, എങ്ങനെങ്കിലും കൊണ്ട് എത്തിക്കണ്ടേ. അപ്പം ദൈവം MBA കഴിഞ്ഞിട്ടും കൊച്ചിരിക്കും, അമ്മ ഇരിപ്പാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടാ, ഈ കൊച്ചിൻ്റെ ഒരു കല്യാണം കണ്ടിട്ട് അവൾ പോകാനിരിക്കുകയായിരിക്കും, നീ പെട്ടെന്ന് കെട്ടിക്കടാ. അതിന് ഞങ്ങൾ പെട്ടെന്ന് കല്യാണം ആലോചിച്ച്. അപ്പോൾ എല്ലാവരും പറയും, അവൾ ചോദിച്ചാൽ 23 വയസ്സ് 24 എന്നെ എന്തിനാ ഞങ്ങളെ ഇപ്പം കെട്ടിക്കുന്നത്? ഇടി കെട്ടിക്കണ്ട, അമ്മയെ കാണണ്ടേ. കെട്ടിച്ചു. അതിന് ഞാൻ കെട്ടിച്ചപ്പോൾ ഞാൻ സാധാരണ പെണ്ണിനെ കെട്ടിച്ചെടുത്തല്ലേ കല്യാണം നടക്കണ്ടേ. ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് കല്യാണം നടത്തി, അവിടെ വീട്ടിൽ വെച്ച്. എന്തിനാന്ന് ചോദിച്ചാൽ, ഇന്നലെ എനിക്ക് എൻ്റെ സഭാക്കാരെ എല്ലാം അവരെ പ്രാർത്ഥിക്കുന്നേ, അവരെല്ലാം വിളിച്ചു. വിളി വന്നപ്പോൾ 3500 പേരെ വിളി വന്നു. അഹങ്കാരം കൊണ്ടൊന്നുമല്ല, ചാകാൻ പോവല്ലേ, അവൾ കണ്ടോട്ടെ. എല്ലാവരെയും വിളിച്ചു. 2000 ട്രാക്റ്റ് അടിച്ചു, ബാനറെല്ലാം വലിച്ചു കെട്ടി, വാക്യങ്ങളെല്ലാം വെച്ച് കല്യാണം നടത്തി. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഇവൾ ചത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കൊച്ചിനെ കാണാതിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ താമസിക്കും, പിന്നെ മതി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയല്ലേ മക്കളെ, അമ്മ കൊച്ചിനെ കണ്ടിട്ട് പൊക്കോട്ടെ. കൊച്ചിനെ കണ്ടു, കൊച്ചിനെ കുളിപ്പിച്ചു. അതിനിപ്പോൾ 2.5 വയസ്സായി. മിനിഞ്ഞാന്ന് ഞാൻ ഓർത്ത് ചത്തുപോയെന്ന്. പക്ഷെ ഇന്നലെ പിന്നെയും എഴുന്നേറ്റ് വന്നു. ഇപ്പം എനിക്കൊരു കർത്താവിനെ അറിയാം. ഞങ്ങൾ ചോദിച്ചത് പിള്ളേരൊന്ന് കുളിച്ചോട്ടെന്നാ. പക്ഷെ കൊച്ചുമക്കളെ കണ്ടിട്ടും കർത്താവ് ഇരുത്തി. എനിക്കൊരു കർത്താവിനെ അറിയാം. ഈ കർത്താവിനെ അങ്ങ് ആരാധിക്കണം. ഈ കർത്താവിൻ്റെ മുമ്പിൽ അങ്ങ് വിനയപ്പെടണം. കർത്താവൊപ്പം ഞാനിപ്പോഴും എൻ്റെ പ്രിയരെ വലിയ പാസ്റ്ററൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാസ്റ്ററാണ് ഞാൻ, എനിക്കൊരു പാസ്റ്റർ കെയറിൻ്റെ ഒരു കൃപയുണ്ട്. എന്നാലും പ്രസംഗവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ഒത്തിരി ഓടാറുണ്ട്. അത് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല. ഒരു 50 വർഷമായി മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു രക്ഷാനുഭവം ഉണ്ടായി. വീട്ടിലൊരു ആരാധന തുടങ്ങി. അത് പിന്നെ അങ്ങ് വളർന്നു. ഒരു ഞങ്ങളുടെ ചർച്ച് ആ സ്ഥലത്ത് തന്നെ സഭയ്ക്ക് കൊടുത്തിട്ട് അവിടെ ഹോള് പണിതു. പിന്നെ ഞങ്ങളുടെ വീട് ഒഴിച്ച് ബാക്കി എല്ലാം ചർച്ചിൽ എഴുതി കൊടുത്തു. അങ്ങനെ അവിടെ എൻ്റെ അപ്പം മരിക്കുമ്പോൾ 50 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞാൽ മരിക്കുക. 50 വർഷം കൊണ്ട് താൻ എന്തോ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ സ്ഥലം ഒന്നും ഉണ്ടാക്കിയില്ല. സ്ഥലം മുഴുവൻ ഹോളിന് എഴുതി കൊടുത്തു. അവിടെ ഭയങ്കര ഒരു ഹോൾ വെച്ചു. അത് എൻ്റെ അധ്വാനം ഭൂരിപക്ഷവും. കാരണം തൻ്റെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഭൂരിപക്ഷം തൻ്റെ തന്നെ അധ്വാനമാണ്. അങ്ങനെ അധ്വാനിച്ച് ഒത്തിരി സഭകൾ പണിത് ആ സഭയൊക്കെ ഡെവലപ്പായി, സെൻറ്റർ ഡെവലപ്പായി. അങ്ങനെ ഇരിക്കെ ഞാൻ അപ്പോഴും കൂടെ നിൽക്കുക. 2001 മുതൽ അമ്മ 2010 മരിച്ചു. അമ്മയായിരുന്നൊരു ബാക്ക് ബോണായിരുന്നു ചർച്ചിൻ്റെ. അമ്മയെല്ലാം മരിച്ച് ആ ഒരു സമയമൊക്കെ. അപ്പം ഞാനും അപ്പയും കൂടെ ഞങ്ങളുടെ ചർച്ച് വലുതായി. അപ്പോൾ ഒരു ദിവസം രാവിലെ
ഒരാൾ വന്ന് പറഞ്ഞു, അപ്പോഴും പറഞ്ഞു അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ വരണം, ഒറ്റയ്ക്ക് വരണം, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. സഭയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, അദ്ദേഹത്തെ ഞാനും വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഞാൻ മുഖാന്തരം വന്ന. എനിവേ അപ്പോൾ പോയിട്ട് വന്നപ്പോൾ മുഖമെല്ലാം വല്ലാതിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. എന്തിനാ അവർ വിളിച്ചേ? ഒരു കാര്യം പറയാൻ വിളിച്ചാ. ഞാൻ എന്താ കാര്യം പറയാനാ? നിർബന്ധിച്ചവൻ പറഞ്ഞു, നീ ഇനി ഇവിടെ പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറയാനാ വിളിച്ചത്. ഞാൻ ചോദിച്ചു, ഞാനോ? എന്നെ അദ്ദേഹം മോനെ എന്നല്ലാതെ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ പ്രശ്നം? അത് നീ തമാശ ഒക്കെ പറയും, പ്രസംഗിക്കുമ്പോഴേ കഥ പറയും. ഞങ്ങൾ ചിരിക്കാനല്ല വരുന്നത്, ഞങ്ങൾ ആരാധിക്കാനാണ് വരുന്നത്, അതുകൊണ്ട് നീ പ്രസംഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഇനി എന്തോ ചെയ്യണം? അപ്പം പറഞ്ഞു, നീ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ഒരു ഉപകാരം ചെയ്യണം. നിൻ്റെ അപ്പനും അമ്മയും കൂടെ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സഭയായത്, കുട്ടിച്ചോറാക്കല്ലെന്നൊരു ചെറിയ അപേക്ഷയുണ്ട്. ചങ്ക തൊട്ടി പറഞ്ഞതല്ലേ. അപ്പം ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഞായറാഴ്ച രാവിലെ ഹോളിൻ്റെ വാതിൽക്ക് നിൽക്കും. ഒത്തിരി ആൾക്കാർ പുതുതായിട്ട് വരും, എല്ലാവരെയും കാണും, എഴുതിയെടുക്കും, എല്ലാവരും കയറ്റിയിരുത്തും. എല്ലാവരും പറയും ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ടേ പോകാവൂ. എല്ലാവരും കയറ്റിയിരുത്തിട്ട് ഞാനങ്ങ് കിഴുമും, ഞാനങ്ങ് മുങ്ങും. എങ്ങോട്ട് പോവാ? എന്നെ ഒരാൾ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. എവിടെ? എന്നിട്ട് ഞാൻ എൻ്റെ ജീപ്പ് എടുത്ത് പോവും. ഇടയ്ക്ക് എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉള്ളിടത്ത് കയറിയിരിക്കും. എന്തിനാ വന്നത്? ദൈവം ഒരു നിയോഗം തന്നു രാവിലെ ഇവിടെ വരാൻ. ചുമ്മാതായിരുന്നു, ഒരു നിയോഗം തന്നില്ല. എന്നാലും നിയോഗമല്ലേ. എൻ്റെ കൂട്ടുകാരൊക്കെ എത്ര ദിവസം പോവും? അങ്ങനെ കറങ്ങി ഉച്ചയാകുമ്പം തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ആൾക്കാർ പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരും. എവിടെ പോയി? ശുശ്രൂഷയ്ക്ക് പോയി. അങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞായറാഴ്ച എന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ എനിക്കൊന്ന് പോകാമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയും, ഞായറാഴ്ച പോലും ഞാൻ അവിടെ ഇരിക്കാൻ കൊടുക്കാറുണ്ട്. എനിക്കൊരു കർത്താവിനെ അറിയാം, ചോദിക്കുന്നതിന് നനയ്ക്കുന്നത് അത്യന്തം പരം. കുഞ്ഞുങ്ങളെയൊക്കെ അറിവിലേക്ക് പറയുക, ചോദിക്കുന്നതിലും നനയ്ക്കുന്നത്. ഞാൻ ഇച്ചിരി ഒരുമാതിരി എസ്റ്റേറ്റൊക്കെ ഉള്ളായിരുന്ന ഒരു വീടാണെന്ന് ഞങ്ങളെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയായപ്പോഴത്തേന് ഇതെല്ലാം പോയി. പിന്നെ ഞാൻ കാണുന്ന ജോലി കളഞ്ഞ് വന്നൊരപ്പൻ, പിന്നെ ഒരു കടയുണ്ടായിരുന്നു, കടയും വിട്ടിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുവിശേഷകനൊക്കെ ഇറങ്ങി. അന്ന് 4 വീട്ടുകാരാണ് കട്ടിച്ച് സഭയിലുള്ള. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട്, പട്ടിണിയൊന്നും കിടന്നിട്ടൊന്നും ഇല്ല, അങ്ങനെ എന്നാലും ഞെരുക്കമൊക്കെ അല്ലേ. അപ്പം ഞാൻ ഈ പുതിയ ഷർട്ടിൻ്റെ അപ്പം മേടിച്ച് തരുന്നത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് ഇഷ്ടം പോലെ ഓർമ്മയുണ്ട്. അമ്മ പഴയ ഷർട്ടൊക്കെ കൊണ്ടുവന്ന് ചെറുതാക്കി നല്ല വൃത്തിയാക്കിയൊക്കെ തരുന്നത്. 10 പാസ്സായപ്പോൾ ഞാൻ, എൻ്റെ ഒരു ആൻറ്റി ഭയങ്കര കാശുകാരത്തിയാണ്. എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്കൊരു ഷർട്ടും പാൻറ്റും തരാമോ? ആൻറ്റി തിരിച്ച് പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ ചിന്തിക്കുന്ന പോലെ ഇവിടെ പൈസ ഉലുത്തൊന്നും അല്ലെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര മുറിവായിപ്പോയി. പിന്നെ ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനോടൊരു കാര്യം ചോദിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ആ മുറിവ് അവിടെ കിടന്നു. ഞാൻ പിന്നെ അങ്ങ് മറന്നു. 2007 ഞാൻ ദോഹയ്ക്ക് പോയി. ദോഹയിൽ നിന്ന് ഞാൻ ദുബായ്, കുവൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്യുക, എൻ്റെ ആദ്യത്തെ യാത്ര. ദുബായ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ അവൻ്റെ കടയിൽ പോയപ്പോൾ അവന് റെഡിമെയ്ഡ് സ്ഥാപനം, കോളേജ് സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എന്നെ കട ഭയങ്കര സന്തോഷം. ഞാൻ പ്രാർത്ഥിച്ചവനോട് പറഞ്ഞു, അപ്പം ഞങ്ങളുടെ വേറെ സുഹൃത്തിൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ കസിനാണ്, ഞങ്ങളെല്ലാം കോളേജിൽ പഠിച്ചാൽ ഒന്നിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ആ റൂമിൽ വന്നേക്കാം, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ വന്നു. റൂമിൽ വന്നപ്പോൾ കൊണ്ട് കെട്ടുകണക്കിന് ഷർട്ടും പാൻറ്റും. ഞാൻ ചോദിച്ചടാ ഇതെന്തോ ചെയ്യടാ? അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്, അന്ന് എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് എനിക്കറിയാം. ഞാൻ വഴി പോകുമ്പോൾ ഒത്തിരി പേരോട് നിൽപ്പുണ്ട്, നീ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ, ഇതെല്ലാം കൊടുക്കടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ എങ്ങനെ ഞാൻ കുവൈറ്റിന് പോവാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, സാറേ ഇത് ഞങ്ങൾക്ക് വിട്ടത്, ഞങ്ങൾ ഇതൊക്കെ ഇവർ പെട്ടെന്ന് കാർട്ടൺ കൊണ്ടുവന്നിട്ട് 4-5 കാർട്ടനകത്ത് ഈ തുണികൾ അടുക്കി പാഴ്സൽ ചെയ്യാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ കാർഗോയിൽ അയച്ചേക്കാം. കുവൈറ്റിൽ പോയിട്ട് ഇവിടെ വരുമ്പോൾ ഒറ്റ മാസം കൊണ്ട് ഈ സംഭവം ഇവിടെത്തും. അവർ കാർഗോയിൽ അയക്കാൻ വേണ്ടി പാഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാഷ്വലായിട്ടിരിക്കുക. അപ്പം കർത്താവ്, ഞാൻ അപൂർവമായിട്ടൊക്കെ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. കർത്താവ് എന്നോട് ചോദ്യം ചോദിച്ചു, നിനക്ക് ഓർമ്മയില്ലേ ആൻറ്റിയോട് ഒരു ഷർട്ട് ചോദിച്ചത്? ആൻറ്റി പറഞ്ഞത് കുലുത്തുമല്ലെന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയായി കുലുക്കുമല്ലെന്നാണ്. കണ്ടോ ഇപ്പം കർത്താവ് കുലിക്കപ്പം വീഴുന്ന കണ്ടോ? അതെല്ലാം പോട്ടെ, ഈ കഴിഞ്ഞ പ്രളയത്തിനെ ഞങ്ങളുടെ ഒരു സഹോദരൻ വിളിച്ചു, എടാ നിനക്കെന്താ വേണ്ടേ, അവിടെ എന്താ കുഴപ്പം? അപ്പോൾ എന്നോട് ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട്, ക്യാമ്പായിരുന്നു, അത് പെട്ടെന്ന് തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഒത്തിരി പറഞ്ഞു, ഷർട്ടുണ്ടോ? അപ്പോൾ ഇവരെല്ലാവരുടെയും സൈസ് മേടിച്ച് വെച്ചു. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു, എന്തോ വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ പേര് 38 സൈസ്, 40 സൈസ്, 42 സൈസ് ഷർട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ അവൻ്റെ വൈഫിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, സീരിയസ് ആയിട്ടാണ് പറയാം. അവൾ പറഞ്ഞു, ഇങ്ങനെ വന്ന് തിരക്കി ഇത്ര പേര് ഇന്ന സാരി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ അടുക്കൽ വേറൊരാൾ യാദൃച്ഛികം കേട്ടോണ്ടിരിക്കുകയാണ്, ബന്ധുക്കോസാരം പോലും അല്ല. അയാൾ ചോദിച്ചു, എന്താ ഏതാ എന്ന് പറഞ്ഞ്, ഇങ്ങനെ ഒരു ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട് സുഹൃത്തിൻ്റെ. അയാൾ കടയിൽ കൊണ്ടുപോയി 1.5 ലക്ഷം രൂപയുടെ ഷർട്ട് കയറ്റി വിട്ടു. ആരാന്ന് പോലും ഇപ്പോഴും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു മുറി നിറച്ച് തുണി ഇങ്ങനെ അടുക്കി വെച്ചേക്ക്. അപ്പം
ഒരു സൈഡിൽ സ്ത്രീകളുടെ സാധനങ്ങൾ, ഒരു സൈഡിൽ പുരുഷന്മാരുടെ.